ബിജു പങ്കജ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ആ മേഖലയിൽ തെരച്ചിൽ എങ്ങനെ തുടരുന്നു? എന്തെങ്കിലും ശരീരഭാഗങ്ങളോ മറ്റോ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? മോത്തി, ഇപ്പോൾ നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവര് 11:30-ക്കാണ് ആദ്യഘട്ടം പോയത്. രണ്ടാം ഘട്ടം അരമണിക്കൂറിൽ 12 മണിയോടെ പോയി. അങ്ങനെ 12 പേരെ ഈ തെരച്ചിൽ സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി വിടുന്ന ദൃശ്യങ്ങളാണിത്. ഇത് വളരെ റിസ്കി ഓപ്പറേഷനാണ്. കാരണം ഒന്ന്, വന്യജീവി മേഖലയാണ്. രണ്ട്, വളരെ ദുർഘടമായ ചെങ്കുത്തായ പ്രദേശമാണ്. അപ്പൊ ഈ ഹെലികോപ്റ്ററിൽ പ്രത്യേകം തയ്യാറാക്കിയൊരു ഒരു കുട പോലെ ഇരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ദൗത്യസേനാംഗങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് താഴെത്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യന് കടന്നുചെല്ലാനുള്ള പ്രദേശമാണ്. മറ്റൊന്ന്, വന്യജീവികളുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും ദുർഘടമായ പ്രദേശം, ചെങ്കുത്തായ പ്രദേശം, അങ്ങനെ വളരെ സേഫായി സുരക്ഷിതരാക്കി ഇവരെ തെരച്ചിൽ നടത്താനായിട്ട് താഴേക്ക് ഇറക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. അങ്ങനെ ഇറക്കിയതിനു ശേഷം ഇവര് തെരച്ചിൽ തുടരും. അത് കഴിഞ്ഞ് അവിടുന്ന് വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഹെലികോപ്റ്റർ വീണ്ടും എത്തി അവിടെ നിന്ന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹ അവശേഷങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അത് ബാഗുകളിലാക്കി തിരിച്ച് ഇവിടെ എത്തിച്ച് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഉള്ളൊരു പദ്ധതിയാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോ ഈ ആൾക്കാർ ഇവിടെ നിന്നുള്ള സേനാംഗങ്ങളെ 12 പേരാണ്. അവർ വൈദഗ്ധ്യമുള്ളവരാണ്. അവരെ സുരക്ഷിതരാക്കി താഴേക്ക് ഇറക്കി അതിനുശേഷം അവരെ തെരച്ചിലിന് വിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കോഴിക്കോട് നിന്നുള്ള എയർഫോഴ്സ് ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ കൊടുക്കുന്നത്. ഈ ഓരോ തെരച്ചിലും കാണാതായവരുടെ ബന്ധുക്കൾക്ക് പ്രതീക്ഷയാണ് നൽകുന്നത്. അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെ അത് എങ്ങനെയെങ്കിലും തിരിച്ചറിഞ്ഞ് കാണാതായവരുടെ തങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് പോയതെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ തെരച്ചിലിന്റെ ലക്ഷ്യം. എന്തായാലും ഒരു ചലഞ്ചിങ് ഓപ്പറേഷനാണ്. കാരണം 159ഓളം മൃതദേഹങ്ങളാണ് കിട്ടാനുള്ളത്. അങ്ങനെ വളരെ അതിസങ്കീർണമായ വനമേഖലയിലൂടെയുള്ള ഒരു തെരച്ചിലിനായിട്ടാണ് ഇപ്പൊ ഇന്ത്യൻ ആർമിയും സംസ്ഥാന പോലീസും വനംവകുപ്പും സംയുക്തമായി പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഹെലികോപ്റ്ററിൽ നിന്ന് അവർ ഇറങ്ങുന്ന ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ ബന്ധുക്കളാണ്, തങ്ങളുടെ ബന്ധുക്കളുടെ ഭൗതിക ശരീരമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ മിഷനിലേക്ക് സർക്കാർ പോകുന്നത്. ഇപ്പോൾ എയർഫോഴ്സ് നമുക്ക് കിട്ടുന്നവരനുസരിച്ച് ഹെലികോപ്റ്ററിൽ നിന്ന് എല്ലാ തെരച്ചിൽ സംഘങ്ങളെയും അവരുടേതായ സ്ഥലങ്ങളിലേക്ക് ഈ റോപ്പ് മാർഗം, പ്രത്യേകം തയ്യാറാക്കിയ റോപ്പ് മാർഗം അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു. തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരിക്കും ഇനി ഹെലികോപ്റ്റർ വന്ന് ഈ മൃതദേഹം തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കുക. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആർമി ഉന്നത ഉദ്യോഗസ്ഥരും പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ വിശ്രമത്തിനായിട്ട് പോയിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലം തന്നെയാണല്ലോ ഇപ്പോൾ, അല്ലേ? അതെ മോത്തി, രാവിലെ എല്ലാ പ്രതീക്ഷകളെയും തകടം മറിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ വന്നു. പക്ഷേ ഇറങ്ങാനായിട്ട് പറ്റിയില്ല. ഇവിടെ ഒരു മലഞ്ചെരിവിന്റെ കീഴിലാണ് ഈ ഹെലിപ്പാഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ വ്യൂ, അതായത് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വ്യൂ ഇല്ലാതെ പോയി. പിന്നെ അവിടെ ഈ പറയുന്ന സൂചിപ്പാറയിലും അവിടെ ആൾക്കാരെ ഇറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നില്ല. പക്ഷേ അതെന്തായാലും ഒരു 3.5 മണിക്കൂർ വൈകിയാലെങ്കിലും ദൗത്യം തുടങ്ങാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ സൂചിപ്പാറയിലും അതുപോലെ മറ്റ് തൊട്ടടുത്ത പുഴയോരങ്ങളിലുമൊക്കെ ഈ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന വിവരമാണ് കിട്ടുന്നത്. എന്തായാലും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇനി കിട്ടുന്നവരൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മതി. ൊരു ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. തികച്ചും അനുഭവ പരിചയമുള്ള ഒരു സംഘത്തെയാണ് ആ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ആ തരത്തിൽ തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ബിജു പങ്കജ്, ഒരു കാര്യം, അവിടെ ചെന്ന് ഇവർ ഇറങ്ങുന്ന സമയത്ത് വലിയ നീരൊഴുക്കുണ്ട്, കാറ്റും മഴയും പോലെയുള്ള അന്തരീക്ഷം, വനപ്രദേശമാണ്. ദുർഘടമായിരുന്നോ തുടക്കത്തിൽ? തീർച്ചയായും ഇപ്പൊ കാലാവസ്ഥ അനുകൂലമാണെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് പോയി വന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് കാലാവസ്ഥ വളരെ നല്ല കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടാകില്ല. കാരണം ഇന്ത്യൻ ആർമിയുടെ ശക്തി എന്ന് പറയുന്നത് നമുക്കറിയാലോ. എവിടുന്ന് അവര് ഉയർത്തിക്കൊണ്ട് അത്ര വലിയ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥനാണ് ഈ ഓപ്പറേഷനുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്.
എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ. കാരണം എത്രയോ ആൾക്കാർ അവരുടെ ഉറ്റവരെ തേടിയിരിക്കുന്നു, കാണാതായവരെ തേടിയിരിക്കുന്നു. അവരുടെ മൃതദേഹമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന ക്യാമ്പുകളിലുള്ളവരും കാണാതായവരുടെ ബന്ധുക്കളും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും അത്തരമൊരു ശ്രമകരമായ ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ തെരച്ചിൽ സംഘങ്ങളെ അവരുടേതായ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന സോണുകൾ ഏതാണ്ട് 3 സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അതായത് അവർക്ക് നിശ്ചയിക്കപ്പെട്ട സോണുകളിൽ അവരിറങ്ങി പരിശോധന തുടങ്ങിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രത്യേകമായി തിരിച്ചിട്ടുള്ള സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. ഏതെങ്കിലും തരത്തിൽ ഇനി ഏതെങ്കിലും മൃതശരീരങ്ങൾ അവശേഷിക്കുന്നുണ്ടോ, കാണാതായവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ എന്ന് ഈ 8ാം ദിനവും തിരയുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ അതിന് സർവ്വസന്നാഹവും ഉപയോഗിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സൈന്യവും മറ്റ് പരിചയസമ്പന്നരായ ദൗത്യ സംഘത്തിൽപ്പെട്ടവരും